ഇന്ന് നമ്മുടെ ശിവന്റെ അമ്പലത്തിൽ ലക്ഷാർച്ചനയും അതേപോലെ തന്നെ ഊട്ടൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടി രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് അവളുടെ കുളിയാണ്. അപ്പോഴേക്കും ഞാൻ വേഗം മേക്കപ്പ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ കഴിഞ്ഞ ദിവസം മിന്ത്രയിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മേനെ കൊണ്ട് ഷേപ്പാക്കിയിട്ട് ഇടാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് റെഡി ആവാനായിട്ട് നിൽക്കണത്. അപ്പോൾ അച്ഛതേ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം റെഡി ആവാമെന്ന് വെച്ചു ആ നേരം കൊണ്ട്. ഈ ഡ്രസ്സ് നല്ലൊരു എന്താ പറയുക ഭയങ്കര കോട്ടൺ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നന്നായി ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. ഈ ഒരു ടൈമിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. പ്രഗ്നൻറ്റ് ലേഡീസിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മിന്ത്രയിൽ നിന്നായിരുന്നു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് 500ക്കാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് മിന്ത്രയിൽ. ഇപ്പോൾ നോക്കുമ്പോൾ അതിന് 800 സംതിങ് ആണ് കേട്ടോ കാണിക്കണത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണത്. അപ്പോൾ ഞാനും വെച്ചും കൂടിയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇറക്കവും ലെങ്ത്തൊക്കെ ഉണ്ട് അതിൻ്റെ ടോപ്പിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാതി കയറിയിട്ട് വേണം. അതിൻ്റെ അപ്പോൾ കാണുന്നതാണ് നമ്മുടെ ശിവൻ്റെ അമ്പലം. അപ്പോൾ അമ്പലത്തിൽ വലം ചുറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ മാമനൊക്കെ കണ്ടു. അപ്പോൾ മാമനോടൊക്കെ വർത്താനം പറഞ്ഞു വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ തന്നെ തിരിച്ച് വീണ്ടും അമ്പലത്തിൽ പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഇതിനൊക്കെ വിളിച്ചിട്ട് അമ്പലത്തേക്ക് വീണ്ടും പോയിട്ടോ ഊട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഊട്ടുപുരം. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വരിയൊന്നും നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് വരാനൊക്കെ ആയിട്ട് പറ്റി. അപ്പോൾ എനിക്കിപ്പോൾ സാമ്പാറും പപ്പടം ക്രേവിങ്സ് ആയതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ പോരണ വഴിക്കും ഡ്രസ്സൊക്കെ മാറിയിട്ട് മേമയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമ കറക്റ്റ് സമയത്ത് ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് സ്റ്റാർ ഉണ്ടാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ക്രിസ്മസിന് അവർ സ്വന്തമായിട്ട് സ്റ്റാർ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്ന് ഉണ്ടാക്കേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നേരെ കാണുന്ന വീട്ടിൽ ബബിൾസ് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ബബിൾസ് നാരങ്ങയൊക്കെ പൊട്ടിച്ചു തന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സ്റ്റാർ ഉണ്ടാക്കലൊക്കെ നിർത്തി ബബിൾസ് നാരങ്ങ കഴിക്കലൊക്കെ ആയിട്ട്. നമ്മുടെ അവിടെ ബബിൾസ് നാരങ്ങ എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് എന്താണ് പറയാന്നുള്ളത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ബബിൾസ് നാരങ്ങ കഴിച്ച് ഞാനും അച്ഛനും കൂടി വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കുഞ്ഞാറ്റത്തെ വീഡിയോ കഴിച്ചു തന്നിട്ടുണ്ട് സ്റ്റാർ ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഓൺ ദ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ